സോ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെർമോഡൈനാമിക് ഫങ്ഷൻസ് ആണ്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ തെർമോഡൈനാമിക്സ് എന്താണെന്നും അതിൽ തെർമോഡൈനാമിക്സ് വേരിയബിൾസ് ഉണ്ടെന്നും അത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എൻട്രോപ്പി 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ആയപ്പോൾ നമ്മൾ അതിൽ എൻട്രോപ്പിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻട്രോപ്പി പഠിച്ചു. മൂന്നാമത്തെ ചാപ്റ്റർ വരുമ്പോൾ തെർമോഡൈനാമിക് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയബിൾസ് ആണ്. അതായത് തെർമോഡൈനാമിക്കൽ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് പണ്ട് നമ്മൾ മാത്സ് പഠിച്ചത് എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് കോമ വൈ അല്ലെ. എക്സിന്റെയും വൈന്റെയും എക്സും വൈയും വേരിയബിൾസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും ഫങ്ഷൻ എന്ന് പറയും. ഇവിടെ തെർമോഡൈനാമിക്സിൽ 4 ഫങ്ഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ഇന്റേണൽ എനർജി. സെക്കൻഡ് ഫങ്ഷൻ ഈസ് ഹെൽമോൾട്ട്സ് ഫങ്ഷൻ ഓർ ഫ്രീ എനർജി. എഫ് എന്നാണ് നൊട്ടേറ്റ് കൊടുത്തിട്ടുണ്ട്. എൻതാൽപ്പി എച്ച്, അതുപോലെ ഗിബ്സ് ഫങ്ഷൻ ജി. 4 തെർമോഡൈനാമിക് ഫങ്ഷൻസ് ആണ്. ഇതിന് നമ്മൾ പൊട്ടൻഷ്യൽസ് എന്നും കൂടെ പറയുന്നുണ്ട്. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് അതെന്തുകൊണ്ടാ വെച്ചാല് വാട്ടർ വിൽ ഫ്ലോ ഫ്രം എ റീജിയൻ ഓഫ് ഹൈ ലെവൽ ടു ലോ ലെവൽ. ഹൈ ലെവൽ നിന്നാണ് ലോ ലെവലിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. കറണ്ടും അതുപോലെ ഹൈ കറണ്ട് റീജിയൻ ലോ കറണ്ട് റീജിയൻ ആണ്. അതുപോലെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ഹൈ ടു ലോ ആണ്. പ്രഷർ ഫ്ലോ ചെയ്യുന്നത് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ്. അപ്പൊ അതെല്ലാം പൊട്ടൻഷ്യൽസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ തെർമോഡൈനാമിക് ഫങ്ഷൻസിന്റെ കാര്യത്തിലും ഇത് ഹൈ റീജിയൻ ടു ലോ റീജിയനിലേക്കാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയും തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് എന്ന് കൂടെ പറയുന്നത്. സോ ഫസ്റ്റ് വൺ വി ഹാവ് ടു ഡിസ്കസ് ഈസ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം ആണ്. ഫസ്റ്റ് ലോ പ്രകാരം ഡി ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു ആണ്. ഞാൻ ഡി ക്യൂ തന്നെയാ പറയുന്നത് ഡെൽറ്റ ക്യൂന്. ഡെൽറ്റ ക്യൂന് എന്തുകൊണ്ടാണ് സ്മോൾ ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡി ക്യൂന് വേറൊരു ഫോർമുല പറയുന്നുണ്ട്, ടി ഡി എസ് അല്ലെ. ടി ഡി എസ് എന്ന് പറഞ്ഞ ഫോർമുല പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് ടി ഡി എസ് ഇവിടെ കൊടുക്കാം. എൻട്രോപ്പി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടി ഡി എസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി. ഇതാണ് നമ്മളെ ഫോർമുല. ഇത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. അഡയബാറ്റിക് പ്രോസസ്സിൽ നമുക്കറിയാം ഹീറ്റ് കണ്ടന്റ് 0 ആണ്. അപ്പോൾ ഡി യു ഈക്വൽ ടു മൈനസ് ഓഫ് പി ഡി യു ആണ്. പിന്നെ ഐസോകോറി പ്രോസസ്സിലോ ഐസോകോറി പ്രോസസ് ആകുമ്പോഴും ഡി യു എന്ന് പറഞ്ഞാൽ 0 ആണ്. നോക്കാം, അഡയബാറ്റിക് ആകുമ്പോൾ ഡി എസ് ഈക്വൽ ടു 0 ആവും. ഐസോകോറിക് ആകുമ്പോൾ ഡി വി ഈക്വൽ ടു 0 ആവും. അപ്പൊ ഡി യു എന്ന് പറഞ്ഞാൽ എന്താവും 0 ആവും അല്ലെ. സോ ഡി യു 0 ആവുമെന്ന് പറഞ്ഞാൽ യു എന്താണ് കോൺസ്റ്റന്റ് ആവും. So for an isobaric adiabatic process, isocoric adiabatic process, internal energy എന്താണ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. For an isocoric adiabatic process ഏത് ഫംഗ്ഷൻ ആണ് കോൺസ്റ്റന്റ്? അപ്പൊ ഇന്റേണൽ എനർജി ആണ് കോൺസ്റ്റന്റ്. അതാണ് ഇന്റേണൽ എനർജിയുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാനുള്ളത്. ഐസോകോറിക് അഡിയാബാറ്റിക് ആകുമ്പോൾ ഐസോകോറിക് ആകുമ്പോൾ ഇത് 0 ആവും. അഡിയാബാറ്റിക് ആകുമ്പോൾ ഇത് 0 ആവും. ഐസോകോറിക് ആകുമ്പോൾ ഇത് 0 ആവും. ഡി യു എന്താവും 0 ആവും. യു എന്താവും കോൺസ്റ്റന്റ് ആവും. ഇനി ഇവിടെ നോക്കുക, നമുക്ക് എന്താ വെച്ചാൽ ഡി യു എന്ന് പറയാൻ ടി ഡി എസ് മൈനസ് പി ഡി വി അല്ലേ. അപ്പൊ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് വി അല്ലെ. അപ്പൊ നമ്മള് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ യു ബൈ ഡോ എസ് ഓൺ ഡി എസ്. ആ ഫസ്റ്റ് നമ്മൾ ആ മേയേഴ്സ് റിലേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇക്വേഷൻ. ഡി എസ് പോയാൽ ഡി യു ആവും. ഡി യു വി പറഞ്ഞാൽ പോയാൽ അതാവും. അപ്പൊ അതായത് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ആവും 2 വേരിയബിൾ ആണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽസ് ആയിട്ടാണ് എടുക്കുക. ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ്, ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡി വി. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടി ആണ്. ഡോ യു ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മൈനസ് പി ആണ്. ഓക്കെ. അപ്പൊ ഡോ യു ബൈ ഡോ എസ് ഓൺ വി കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. വോളിയം കോൺസ്റ്റന്റ് ആയി ടേം ഉണ്ടാവില്ല. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോ എസ് ബൈ ഡോ വി ഓൺ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി കിട്ടും. ഡോ യു ബൈ ഡോ വി ഓൺ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? പി കിട്ടും. അപ്പൊ ഇന്റേണൽ എനർജീനെ ഡിഫറൻഷ്യൽ വിത്ത് എൻട്രോപ്പി ചെയ്ത ടിയും വിത്ത് വോളിയം ചെയ്ത പ്രഷറും നമുക്ക് കിട്ടും. ഇതാണ് അതിന്റെ ഒരു പ്രോപ്പർട്ടി. ഇമ്പോർട്ടന്റ് ആണ്. ഇതും പഠിച്ചു വെക്കണം. ഇനി രണ്ടാമത്തെ ഇതേപോലെ തന്നെ നമ്മൾ 4 ഫങ്ഷൻസും ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ ഓർ ഫ്രീ എനർജി അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത്. ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ ഓർ ഫ്രീ എനർജി എഫ് എന്ന് പറയുന്നത്. അതിന് ആദ്യം എന്താണ് ഡിഫൈൻ ചെയ്യണം. നമുക്ക് ആകെ അറിയുന്ന ഒരു ഫോർമുല
TDS മൈനസ് PDV ആണ്. ഞാൻ അതിന്റെ കൂടെ ഒരു SDT ആഡ് ചെയ്യുന്നു, SDT മൈനസ് ചെയ്യുന്നു. അപ്പോ എന്ത് വരും? ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ TS എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ SDT മൈനസ് PDV ആവും. ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പൊ U മൈനസ് TS എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് F എന്ന് പറയുന്നത്. അതായത് U മൈനസ് TS നെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ F എന്ന് പറയുന്നത്. അപ്പൊ DF എനിക്ക് ഫോർമുല കിട്ടി. DF is equal to minus of SDT minus PDV എന്നുള്ള ഫോർമുല കിട്ടി. അതായത് F ഫംഗ്ഷൻ ഓഫ് T ആൻഡ് V. ഓക്കെ, as a function of T and V. അപ്പൊ T അതായത് ഐസോതെർമൽ കോറി പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ഐസോതെർമൽ ഐസോകോറി പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? F കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് അതിൽ ടിയും വിയും അല്ല ഡിപ്പെൻഡൻസ് വരുന്നത് ചേഞ്ച് ചെയ്തിട്ട്. ടിയിലും വിയിലും ആണ് എന്ത് പറയുന്നത് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, F ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും കോൺസ്റ്റന്റ് ഉള്ള പ്രോസസ്സിൽ ഇതെന്തായിരിക്കും? F എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഡെറിവേറ്റീവ് എടുത്തിട്ട് ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. ഡോ എഫ് ബൈ ഡോ ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോ ടി ഓൺ ഡി ടി, ഡോ എഫ് ബൈ ഡോ വി ഓൺ ഡി വി രണ്ടിന്റെ ഫംഗ്ഷനിലാണല്ലോ. അപ്പൊ ഡോ എഫ് ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എസ് കിട്ടും. ഡോ എഫ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് പി കിട്ടും. മൈനസ് പി കിട്ടി. മൈനസ് ഉണ്ട്, മൈനസ് എസ് ഉണ്ട്. മൈനസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഡോ എഫ് ബൈ ഡോ ടി കൊടുത്താൽ മൈനസ് എഫും, ഡോ എഫ് ബൈ ഡോ വി കൊടുത്താൽ മൈനസ് പിയും ആയിട്ടാണ് കിട്ടുക. ഇതേപോലെ തന്നെ, അതായത് ഒന്ന് മനസ്സിലാക്കി ഒരേപോലെ തന്നെയാണ് നാലെണ്ണം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. യു മൈനസ് ടി എസ് ആണ് എഫ്. യു മൈനസ് ടി എസ്, അത് ഓർത്ത് വെക്കണേ. യു മൈനസ് ടി എസ് ആണ് എസ് എന്ന് പറയുന്നത്. ഫോർ ആൻ ഐസോതെർമൽ ഐസോകോറി പ്രോസസ്സിൽ എന്താണ് കോൺസ്റ്റന്റ്? എഫ് ആണ് എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ആണ്. എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ആണ്. അതേപോലെ തന്നെ നമ്മൾ TDS മൈനസ് PDV ചെയ്താൽ അതിന്റെ കൂടെ പ്ലസ് VDPയും മൈനസ് VDPയും രണ്ട് ടേം കൊടുക്കാം. U പ്ലസ് PV എന്ന് പറയുന്ന ടേം ആണ് എന്തെന്ന് പറയുന്നത് എച്ച്. ബൈഹാർട്ട് ചെയ്യണേ. U പ്ലസ് PV ആണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, U പ്ലസ് PV ആണ് എച്ച് എന്ന് പറയുന്നത്. ഇവിടെ U മൈനസ് TS ആയിരുന്നു. U മൈനസ് TS ആണ്. ഇവിടെ U പ്ലസ് PV ആണ് എന്തെന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇവിടെ നോക്കുക എന്തിനൊക്കെ ഡിപ്പെൻഡൻസ് വരുന്ന? എച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ എസും പിയും ആണ് അല്ലെ. അപ്പൊ അഡയബാറ്റിക് ഐസോബാറിക് പ്രോസസ്സിൽ എന്താണ് കോൺസ്റ്റന്റ്? എൻതാൽപ്പി ആണ് കോൺസ്റ്റന്റ് അല്ലെ. അഡയബാറ്റിക് ഐസോബാറിക് പ്രോസസ് ഇവിടെയും സീറോ ആവും, ഇവിടെയും സീറോ ആവും. അപ്പൊ അഡയബാറ്റിക് ഐസോകോറി പ്രോസസ്സിൽ എന്താണ് കോൺസ്റ്റന്റ്? എൻതാൽപ്പി ആണ് കോൺസ്റ്റന്റ്. എച്ച് ആണ് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഇതേപോലെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്തിനൊക്കെ ഫംഗ്ഷൻ എസും പിയും അല്ലേ. അപ്പൊ ഡോ എച്ച് ബൈ ഡോ എസ് ഡി എസ്, ഡോ എച്ച് ബൈ ഡോ പി ഡി പി. അപ്പൊ ഇതിനെ രണ്ടിനും ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഡോ എച്ച് ബൈ എസ് എന്ന് പറഞ്ഞാല് ടി കിട്ടും. ടി കിട്ടും. ഇവിടെ ഡോ എച്ച് ബൈ ഡോ പി പറഞ്ഞാൽ വി കിട്ടും. ടിയും വിയും കിട്ടി. ഈ രണ്ട് ഫംഗ്ഷൻ ഇങ്ങനെ ചെയ്താലും അങ്ങനെയാണ് കിട്ടുക. ഓക്കെ, രണ്ടിന്റെ ഡിപ്പെൻഡൻസ് എസും പിയിലും ഡിപ്പെൻഡൻസ്. ഓക്കെ, ഇനി എൻതാൽപ്പിക്ക് നമ്മളൊരു എൻതാൽപ്പിനെ നമ്മൾ റിലേറ്റ് ചെയ്യാണ് CP ആയിട്ട്. സ്പെസിഫിക് കോൺസ്റ്റന്റ് പ്രഷർ CP ആയിട്ട് റിലേറ്റ് ചെയ്യാണ്. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്താ കിട്ടാൻ നോക്കാം. DH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TDS പ്ലസ് VDP ആണ് അല്ലെ. ഇവിടെ നമ്മൾ കണ്ടല്ലോ DS നും DP നും ഡിപ്പെൻഡൻസ്. ഇവിടെ നോക്കാം. DH എന്ന് പറഞ്ഞാൽ TDS പ്ലസ് VDP അല്ലേ, അത് എടുത്തു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ DQ ആണ്. ഞാൻ എന്ത് ചെയ്യണം? വിത്ത് DT നോട് ഡിവൈഡ് ചെയ്യാണ് മൊത്തത്തിൽ. അപ്പൊ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് പ്രഷറിലാണ് എന്ന് കരുതാണ്. അപ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറും? പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടേം സീറോ ആയി പോകും. അപ്പൊ ഡോ എച്ച് ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ DQ ബൈ DT. ദിസ് ഇസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാകുമ്പോൾ എന്താണ്? CP ആണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? H2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 to 2 CP dt എന്ന് കിട്ടും. അപ്പൊ സ്പെസിഫിക് ആയിട്ടൊരു കോൺസ്റ്റന്റ് പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേഞ്ചിന് എന്താൽപ്പി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകതയാണ്. ചേഞ്ചിന് എന്താൽപ്പി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ CP dt എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് വരുന്നതാണ്. ത്രോട്ട്ലിംഗ് പ്രോസസ്സും എൻതാൽപ്പിയും. എന്താണ് ഈ ത്രോട്ട്ലിംഗ് പ്രോസസ്? വലിയ സംഭവം ഒന്നുമല്ല. ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ, ഫ്ലൂയിഡിന്റെ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതായത് ഫുൾ അഡാബാറ്റിക് കണ്ടീഷൻസിലാണ് നടക്കുക. ഇതാണ് ഒരു പോറസ് പ്ലഗ് എന്ന് പറഞ്ഞാൽ. ഇതിനുള്ളിൽ കൂടി എന്തെങ്കിലും പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഹൈ പ്രഷർ റീജിയൻ ആണ്, ലോ പ്രഷർ റീജിയൻ ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഹൈ പ്രഷർ ആണ്, ഇവിടെ ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ രണ്ട് പിസ്റ്റൻസ് ഉണ്ട്. ഈ പിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം.
ഈ ഒരു അപ്പൊ ഹൈ പ്രഷർ ലോ പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത ഫ്രിക്ഷൻ ആക്ട് ചെയ്യും, വർക്ക് ഡൺ ചെയ്യും. ആ സമയത്ത് ഇത് രണ്ടും ഇതിലുള്ള പ്രഷർ എന്തായിട്ട് മാറും എന്നാ പറയുന്നത്, ഇക്വിലിബ്രിയത്തിലെത്തും. റൈറ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാം. സോ ഇത് പ്രഷർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിലെത്തും. ആ പ്രോസസ്സിനാണ് ഇതെന്ന് പറയുന്നത് ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ലിക്വിഡിന്റെ പ്രഷർ ഡിക്രീസ് ചെയ്യാനാണ് റെഫ്രിജറേറ്ററിലാണ് യൂസ് ചെയ്യുന്നത്, വിൻഡോ എ സിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. ജോൾ തോംസൺ എക്സ്പാൻഷൻ എന്ന് ഇതിന് പറയുന്നുണ്ട്, പൊറസ് പ്ലഗ് പ്രോസസ് എന്നും കൂടി ഇതിന് പറയുന്നുണ്ട്. അതായത് പൊറസ് ആണ്, ഇത് ഓട്ടോട്ടുള്ള ഒരു ഷീറ്റ് ആണ്. അപ്പൊ പ്രഷർ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ വാളിന്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പുറത്തേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് ഐസെൻതാൽപിക് പ്രോസസ് എന്നും കൂടെ അതിനെ പറയുന്നുണ്ട്. ഇനി നോക്കാം, ഡി ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി യു പ്ലസ് ഇത് ഫസ്റ്റ് ലോ അല്ലെ, നമ്മൾ ഫസ്റ്റ് ലോ ആയി. പിന്നെ ഇതിന് ഞാൻ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ക്യൂ കിട്ടും എനിക്ക്. ക്യൂ എന്ന് പറഞ്ഞാൽ ഫോർ ഇതൊക്കെ അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക് വാൾ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സൈൻ യൂസ് ചെയ്തിട്ടുള്ളത് വാളിന്, കണ്ടില്ലേ. സോ u2 മൈനസ് u1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് മൈനസ് പി ഡി വി ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് v1 ആണ്, ഇത് v2 v2 ആണ്. ഫ്രം v1 to 0 0 to v2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ h2 is equal to h1 എന്ന് കിട്ടും. അതായത് എൻതാൽപ്പി എന്താണ് ഈ സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, h1 എന്താണ്, ചേഞ്ചിന് എൻതാൽപ്പി ഇല്ല, എൻതാൽപ്പി എന്താണ് h1 എന്തായിട്ട് കിട്ടും, h1 is equal to h2 ആയിട്ട് കിട്ടും. എൻതാൽപ്പി എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് തന്നെ the process is also known as ഐസെൻതാൽപിക് പ്രോസസ്. ഈ പ്രോസസ്സിന് ത്രോട്ട്ലിംഗ് പ്രോസസ്സിന് എന്തെന്നും കൂടെ പറയും, ഐസെൻതാൽപിക് പ്രോസസ് എന്നും കൂടി പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ത്രോട്ട്ലിംഗ് പ്രോസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഗിബ്സ് ഫംഗ്ഷൻ ആണ്. ലാസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഗിബ്സ് ഫംഗ്ഷൻ. അപ്പോൾ എച്ച് നമുക്കറിയാം. എച്ച് എന്ന് പറഞ്ഞാല് ടി ഡി എസ് പ്ലസ് വി ഡി പി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻതാൽപ്പി അല്ലെ, എൻതാൽപ്പി പറഞ്ഞിട്ടുണ്ട്. ആ എച്ചിന്റെ കൂടെ ഇതാണ് എച്ച് മൈനസ് ടി എസ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്. എച്ച് മൈനസ് ടി എസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബൈ ഹാർട്ട് ഇത് പഠിക്കാൻ വേണം. എച്ച് മൈനസ് ടി എസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ടി ഡി എസ് പ്ലസ് ഒരു എസ് ഡി ടിനോട് പ്ലസ് ചെയ്യാം, എസ് ഡി ടി മൈനസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കുക. കോമൺ ആയിട്ട് എടുക്കുമ്പോ എച്ച് മൈനസ് ടി എസ് വരുമല്ലോ. ഇവിടെ എച്ച് മൈനസ് ടി എസ്, ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഒരു ടേം ടി ഡി എസ് മൈനസ് എസ് ഡി ടി ഇല്ലേ, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. എന്നിട്ട് കോമൺ ആയിട്ട് ഡിഫറൻഷ്യൽ കൊടുക്കുക. അപ്പൊ ടി മൈനസ് എച്ച് മൈനസ് ടി എസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എസ് ഡി ടി പ്ലസ് വി ഡി പി കിട്ടും. അതായത് ഗിബ്സ് ഫംഗ്ഷൻ, ഗിബ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് പി എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നോക്കാം ഗിബ്സ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഡോ ജി ബൈ ഡോ ടി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് കിട്ടും, മൈനസ് എസ് കിട്ടും. ഡോ ജി ബൈ ഡോ പി എന്ന് പറഞ്ഞാൽ ബി കിട്ടും. പിന്നെ മൈനസ്, ഇതിലൊരു മൈനസ് ഉണ്ടായതുകൊണ്ട് മൈനസും കിട്ടും, ബിയും കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് അല്ല, എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു പ്ലസ് പി മൈനസ് ടി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എഫ് പ്ലസ് പി വി എന്ന് പറഞ്ഞ ഫോർമുലയും കൂടെ ഉണ്ട്. അതായത് ഫ്രീ എനർജി പ്ലസ് പി വി എന്ന് പറഞ്ഞ ഫോർമുലയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഗിബ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കാം, ഇവിടെ നോക്കുമ്പോ ഒരു റിവേഴ്സിബിൾ, ഇതിൽ എന്തിനൊക്കെ ഫംഗ്ഷൻ എന്നാ പറഞ്ഞത്, പിന്റെയും ഫംഗ്ഷൻ അല്ലേ. അപ്പൊ ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ്സിൽ ഈ ജി എന്താണ്, 0 ആണ്. അപ്പം ഡി ജി എന്താണ്, 0 ആണ്, ജി കോൺസ്റ്റന്റ് ആണ്. പിന്റെയും ഫംഗ്ഷൻ ആണ്. പിന്റെയും ജി ചേഞ്ച് കണ്ടോ, ചേഞ്ചിൽ ഉണ്ടാവില്ല. സോ ഐസോബാറിക് ഐസോതെർമൽ പ്രോസസ്സിൽ അത് 0 ആണ്, ജി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിലും സബ്ലിമേഷൻ, ഫ്യൂഷൻ, വേപ്പറൈസേഷനിലും ഒക്കെ എന്ത് കോൺസ്റ്റന്റ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അത് നമുക്ക് പറയാനുണ്ട്, വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ എന്താണ് ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ജിയിൽ എന്താണ് ഡിപെൻഡൻസ് എന്നുള്ള മാത്രം പഠിച്ചു വെക്കാം. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതെല്ലാം കൂടി ഓർത്ത് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഏതൊക്കെ ഫംഗ്ഷൻ എങ്ങനെയൊക്കെ ഡിപെൻഡൻസ് ആണ്, എന്തെല്ലാം ആണെന്നൊക്കെ കൺഫ്യൂഷൻ ആണ്. സോ അത് മനസ്സിലാക്കി വെക്കാം. ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇതൊന്ന് പഠിച്ചു വെക്കാം. ട്രിക്ക് എന്താ വെച്ചാൽ വാറ്റൂസ് ഡയഗ്രാം എന്നാണ് പറയുന്നത്. വാറ്റൂസിൽ എ എന്ന് പറയുന്ന ഒരു ചിഹ്നം ഞാൻ യൂസ് ചെയ്യുന്നത്, അത് പേരിന് വേണ്ടിയിട്ടാണ്. അത് എഫ് ആണ് കേട്ടോ, അത് എഫ് ആണ്. വാറ്റൂസ് ഡയഗ്രാം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വാറ്റ് VAT ഒരു
സ്ക്വയർ വരയ്ക്കാം, VAT ഇവിടെ കൊടുക്കാം, VUS ഇവിടെ കൊടുക്കാം, 2 ആരോ മുകളിലേക്ക് വരയ്ക്കാം, ഇവിടേക്ക് ഒരു ആരോ ഇവിടേക്ക് ഒരു ആരോ വരയ്ക്കാം. ഇനി എന്ന് പറഞ്ഞാല് ആൽഫബറ്റിക് ഓർഡറിൽ അടുത്ത ഫംഗ്ഷൻസ് എഴുതുക. ഫംഗ്ഷൻ ഞാൻ A എന്ന് കൊടുക്കാൻ കാരണം അതുകൊണ്ടാണ്.